വെൽക്കം ടു PSC Learn Plus. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 40,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലെ വ്യത്യാസം എത്ര? ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ അറിയാണ്ട് മാത്സ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 40,000 രൂപേൻ്റെ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും വേറെ വേറെ കണ്ടുപിടിച്ചിട്ട് തമ്മിൽ മൈനസ് ചെയ്താൽ വ്യത്യാസം കിട്ടും. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പം പണി കഴിയും. ഇക്വേഷൻ എന്താ നോക്കാം. P R/100 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. 40,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലെ വ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? P R/100 ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ പി എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ടാണ്. പീനെ പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതായത് 40,000 ആണ് ഇവിടെ. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്, ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ആർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ പി എത്രയാണ് ഇവിടെ? 40,000 അല്ലേ. അപ്പോൾ 40,000 ഇൻറ്റു R/100. ആർ എത്രയാണെന്ന് പറഞ്ഞത്? 10 അല്ലേ. അപ്പോൾ 10/100 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് 40,000 ഇൻറ്റു 10/100 ഇൻറ്റു 10/100 അല്ലേ. ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 10/100 2 പ്രാവശ്യം എഴുതണം എന്നാണ് അർത്ഥം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സീറോസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഈ 100-ലെ 2 സീറോയും ഇവിടുത്തെ 2 സീറോയും കട്ട് ചെയ്തു. ഇവിടെ 2 സീറോ ഉണ്ട്, ഇവിടെ 2 സീറോയും കട്ട് ചെയ്തു. ബാക്കി എന്താ? 4 ഇൻറ്റു 10 ഇൻറ്റു 10. 4 ഇൻറ്റു 10 40. 40 ഇൻറ്റു 10 എത്രയാണ്? 400. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 400. ഓക്കെ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.